ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. ഓർമ്മയിൽ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ടോ? കുറേയൊക്കെ ഉണ്ട്. ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഓർമ്മകൾ? ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ പറയാൻ. ആ നന്മ ഓർക്കും പറയാതെ കരഞ്ഞു പോവുകയാണ്. ആ കണ്ണീരിലുണ്ട് എല്ലാം. ആരായിരുന്നു, എന്തായിരുന്നു ഉമ്മൻചാണ്ടി എന്ന്. ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു തിരഞ്ഞെടുപ്പ് കാലം കടന്നു പോകുമ്പോൾ പ്രിയ നേതാവില്ലാത്ത ശൂന്യത നിഴലിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷത്തോടടുക്കുമ്പോഴും ആ കല്ലറയിലേക്കുള്ള ആളുകളുടെ പ്രവാഹം നിലച്ചിട്ടില്ല. പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലെ കല്ലറയിലേക്ക് പൂക്കളും മെഴുകുതിരികളുമായി നിത്യം സന്ദർശകരുണ്ട്, ദൂരദേശത്ത് നിന്ന് പോലും. അവർക്ക് പങ്കുവയ്ക്കാനുള്ളത് ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ മധുരമുള്ള ഓർമ്മകളും കണ്ണീരിൽ കൂട്ടുനിന്ന കഥകളുമാണ്. എപ്പോഴും ഇങ്ങനെ വരുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതെ അതെ. എന്തെങ്കിലും ആരെങ്കിലും അനുഭവം എന്തെങ്കിലും പറയുകയോ അങ്ങനെ എന്തെങ്കിലും? കാണണമെന്ന് വലിയൊരാഗ്രഹമായിരുന്നു, അതുകൊണ്ട് വന്നു. സിസ്റ്റർ കർണാടകത്തിൽ നിന്ന് വരിക. അതെ അതെ. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ ഈ നിമിഷം? പിന്നെ അതുകൊണ്ടല്ലേ വന്നത്. ഈ നിമിഷം എന്തൊക്കെയാണ് ഓർക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം എന്ന നേതാവിനെ ഓർക്കുമ്പോൾ? ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഹാർട്ടിനൊക്കെ ഓപ്പറേഷനൊക്കെ അതിനൊക്കെ ഒത്തിരി സഹായമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിക്ക് ഇങ്ങനെ ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. ഓർമ്മയിൽ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ടോ? കുറേയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ പറയാൻ. ആ നന്മ ഓർക്കും പറയാതെ കരഞ്ഞു പോവുകയാണ്. ഒരുപാട് വിവാദങ്ങളൊക്കെ അദ്ദേഹത്തെ കുറിച്ച് അവസാന ഘട്ടത്തിൽ പറഞ്ഞവരുണ്ട്, അതൊക്കെ ഓർക്കുന്നുണ്ടോ? അതൊക്കെ എന്നാ പറയാനായി, അന്നെല്ലാം പേപ്പറിലില്ലായിരുന്നു, എല്ലാവർക്കും അറിയാം. ഒരുപാട് മനസ്സ് വിഷമിച്ചു അദ്ദേഹത്തിന് തോന്നുന്നു. അതെ. എന്നിട്ടും ആരും കുറ്റം പറഞ്ഞില്ല, ആരെ പറ്റി ഒരു കംപ്ലൈൻസും ഇല്ലായിരുന്നു. ഒത്തിരി അവസാന നാളിൽ കാണാൻ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞിട്ടല്ലേ പോയത്, മരിച്ചത് പുള്ളി അറിഞ്ഞു കഴിഞ്ഞിട്ട്. ഇപ്പൊ തന്നെ നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ടല്ലേ, ഇത്രയും സമയം കഴിഞ്ഞിട്ടും ആളുകൾ നിരവധി വന്നു പോകുന്നത് കാണുന്നു. അതെ അതെ അതെ, വളരെ അതൊരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ഉന്നതങ്ങളിലിരുന്നവരാരുടെയും കാണാത്ത ഒരു രീതിയാണ്. തീർത്ഥാടനം പോലെ ആൾക്കാർ വന്നിട്ട് ഇപ്പോഴും വന്നിട്ട് പോവുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒരു എക്സെപ്ഷണലാണ്.